ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഫിഷ് കറി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, 4 തക്കാളി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള പച്ചമുളക്, കറിവേപ്പില, ഊർക്കാപ്പുളി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് മീനാണ്. ഞാനിവിടെ മാന്തളാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഒരു ചെറിയ പിടി ചെറിയൊരു ബോള് പുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതുപോലെ ചെറുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 2 തക്കാളി മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കി 2 തക്കാളി ഞാൻ ഒന്ന് ജ്യൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മസാലപ്പൊടികളാണ്. ഞാൻ ആദ്യം തന്നെ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാലപ്പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മസാലപ്പൊടികളും വെജിറ്റബിൾസൊന്നും അടി പിടിക്കാനുള്ള സാധ്യത ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലപ്പൊടികളും വെജിറ്റബിൾസ് എല്ലാം നല്ല യോജിച്ചൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കാനുള്ളത് പുളിയാണ്. പുളി ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധാ പച്ചവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഊർക്കാപ്പുളി ചേർത്ത് കൊടുക്കാം. ഊർക്കാപ്പുളി നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഊർക്കാപ്പുളി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ പറ്റൊന്ന് ഉടഞ്ഞ് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള മീൻ ഇട്ട് കൊടുക്കുക. മീൻ ഓരോന്ന് വീതമായിട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്.
മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് മൊത്തമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് മേൽഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്ത എണ്ണ കറിയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മുൻപത്തെ വീഡിയോസ് കാണാത്തവർ എല്ലാവരും പോയി കാണുക. ഇനി പുതിയ വീഡിയോസുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.